എന്നിനിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 25 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെയും മോൺഗോമർ മാർച്ചിനെയും അനുസ്മരിക്കാതെ ഒരു മാർച്ച് 25 കടന്നുപോയിക്കൂടാ. അമേരിക്കൻ ഐക്യനാടുകളിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ ഒരു മഹത് വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹം നടത്തിയ ഐതിഹാസിക സമരങ്ങളെല്ലാം തന്നെ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. ആഫ്രോ അമേരിക്കൻ ജനതയുടെ പൗരാവകാശങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ പല സമരങ്ങളിൽ ഒന്നാണ് മോൺഗോമർ മാർച്ച്. മോൺഗോമറിലെ ഒരു ബസ് യാത്രക്കിടെ ഒരു വെള്ളക്കാരന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ റോസ് പാർക്കർ എന്ന ആഫ്രിക്കൻ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അതിനെതിരെ പ്രതിഷേധിച്ച് 380 ദിവസത്തോളം നീണ്ടുനിന്ന ബസ് ബഹിഷ്കരണ സമരം ഉണ്ടായി. ആ സമരത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് 5 ദിവസത്തെ ഒരു മാർച്ച്, ഒരു പര്യടനം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിലുണ്ടായി. അത് അവസാനിച്ചത് മോൺഗോമറിലായിരുന്നു. ആ പ്രക്ഷോഭം വളരെ ശാന്തമായ, അഹിംസയിൽ വിശ്വസിക്കുന്ന 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തത് ഒരു സമരം കൂടിയായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ പ്രചോദിതനായാണ് അദ്ദേഹത്തിൻ്റെ സമരങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് അതുവരെ വെള്ളക്കാർ ബസ്സുകളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഭരണകൂടത്തിന് റദ്ദ് ചെയ്യേണ്ടതായും വന്നു. നിർബന്ധിതരായി എന്ന് വേണമെങ്കിൽ പറയാം. ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരവും കാവ്യാത്മകവുമായ എനിക്കും ഒരു സ്വപ്നമുണ്ട് എന്ന പ്രഭാഷണം നടത്തുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന് കേവലം 34 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു സ്വപ്നമുണ്ട്, ഈ രാജ്യം അതിൻ്റെ വിശ്വാസങ്ങളുടെ ശരിയായ അർത്ഥത്തിൽ ജീവിക്കുമെന്ന്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കപ്പെട്ടത് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ മുൻകാല ഉടമകളും മുൻകാല അടിമകളും സൗഹാർദ്ദത്തിൻ്റെ വട്ടമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമെന്ന്, അത് അതിവിദൂരത്തല്ലാമെന്നും ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അന്യായത്തിൻ്റെ മരുഭൂമി നീതിയുടെ മരുപ്പച്ചയാവുമെന്നും അദ്ദേഹം സ്വപ്നം കാണുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭിന്നിപ്പുകളെല്ലാം തന്നെ സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മധുര സംഗീതത്തിൽ ലയിക്കുമെന്നും, നീതിയുടെ ബാങ്ക് ഒരിക്കലും പാപ്പരാവുകയില്ല. ഈ നിമിഷത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നവരെ തലോടിയല്ല ഉണർത്തേണ്ടത്, മറിച്ച് പ്രഹരിച്ച് തന്നെ ഉണർത്തണം എന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അത് അന്തസ്സിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മഹോന്നത ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ആവണമെന്നും, ജലം കണക്കെ നീതി ഒഴുകിയെത്തുന്നവരെ
നമ്മൾ തൃപ്തരാവുകയില്ല. നമ്മൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്. ഈ നേരും നെറിയും കെട്ട ലോകത്ത് ന്യായാധിപന്മാർ പോലും കൈക്കൂലി വാങ്ങുകയും കള്ളപ്പണം വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്ത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സന്ദേശങ്ങൾക്ക് വളരെ പ്രസക്തിയേറുകയാണ്. നമ്മുടെ സമാധാനം നദി പോലെയും നീതി സമുദ്രത്തിലെ തിരമാല പോലെയും ആകട്ടെ. നമുക്കെല്ലാവർക്കും സമരം ചെയ്തുകൊണ്ടേയിരിക്കാം നല്ല നാളേക്കായി. മാർട്ടിൻ ലൂതർ കിങ്ങിനെ സ്മരണാഞ്ജലി. നന്ദി, നമസ്കാരം.